കുമളിയിലേക്ക് നമ്മൾ ചെല്ലുന്നില്ല. ഇന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മളൊരു ബന്ധുക്കളുടെ വീട്ടിൽ നിന്നിട്ട് നാളെ നമ്മൾ കുമളിയിലേക്ക് എത്തും. ഇതൊരു യാത്ര എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടാവില്ല. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്, ഒരു ഫാമിലി ഫംഗ്ഷൻ. അല്ലാതെ വേറെ ടൂറോ അങ്ങനെയുള്ള യാത്രയല്ല. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ നമ്മളുടെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരെല്ലാം കണ്ട് മുടങ്ങളിലെല്ലാം കയറി അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിലെ കുമളിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇന്ന് പോകുന്നത് കുമളി വരെ പോകുന്നില്ല, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ കയറിയിട്ട് അങ്ങനെ നാളെ ആട്ടോ കുമളിയിൽ പോകുള്ളൂ. നാളെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് പറഞ്ഞ പോലെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ വേറെന്താ വിശേഷങ്ങൾ പറയാൻ? നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു നമ്മൾക്കല്ലേ. നമ്മൾ ഇറങ്ങിയത് കുറച്ച് വൈകിപ്പോയി. നേരത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുമളിയിൽ തന്നെ എത്തി അവിടെ നമ്മുടെ ബന്ധുക്കളുടെ ആരുടെയും വീട്ടിൽ നിന്നിട്ട്, കുമളിയിലുള്ള ബന്ധുക്കളുണ്ടല്ലോ, അവരുടെ ആരുടെയും വീട്ടിൽ നിന്നിട്ട് നമുക്ക് ആ ചുറ്റുവട്ടമൊക്കെ ഒന്ന് വേണമെങ്കിൽ കണ്ട് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഇപ്പോൾ മറ്റേ ഗ്രേപ്പ് ഫാമൊക്കെ അല്ലേ കമ്പത്തേക്കുള്ള, ആ വഴിക്കൊക്കെ നമുക്ക് പോകാമായിരുന്നു. പിന്നെ അതുപോലെ മറ്റേ തേക്കടിക്ക് വേണമെങ്കിൽ പോകായിരുന്നു. തേക്കടി അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നില്ലേ. നമ്മൾ സാധാരണ കുമളിയിൽ അങ്ങനെ നമുക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് കുമളിയിൽ, നമ്മൾ സാധാരണ അങ്ങനെ പോകലുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞാൽ നമ്മൾ കുറെ നാളായില്ലേ പോയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് മേളിലായി നമ്മൾ പോയിട്ട്. നമ്മള് ഇതിനു മുമ്പ് പോയപ്പോഴും നമ്മളവിടെ ഒരു ചെറിയ സ്ഥലത്തൊക്കെ പോയില്ല, മറ്റേ എന്താ ചെല്ലാർകോവിൽ വ്യൂ പോയിന്റ്, മറ്റേ അവിടെ ഒരു നമ്മളിപ്പോ പോയിട്ടൊരു ഈ പറഞ്ഞാലും 3-4 വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നണേ. അതായത് കൊറോണ കഴിഞ്ഞിട്ടാ പോയത്. ലോക്ക്ഡൌൺ ഒക്കെ 3 വർഷമായി. അന്ന് നീ മറ്റേ ആ വീഡിയോ ഒക്കെ ചെയ്ത് മറ്റേ ഇതിനകത്ത് ഇട്ടുണ്ടായിരുന്നല്ലോ ചാനലില്. വലിയ വ്യൂസ് ഒന്നുമില്ല, പക്ഷെ നീ ആ വീഡിയോക്ക് വേണ്ടി ചെയ്തല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ചാനലിൽ ഒരു 3 വർഷം മുമ്പത്തെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, അരുവിക്കുഴി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ചെല്ലാർകോവിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളന്ന് ഇതിനു മുമ്പ് കുമളി പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്താണ് അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അന്ന് പോയപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അത് എല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുമായിരുന്നു വീഡിയോയിലേക്ക്. അതായത് ചാനലിലേക്ക് ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടെടുത്തൊന്നും അല്ല. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ഫോഗും. നമ്മളത് പോയ ടൈമിന്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാവാൻ വേണ്ടി, കാരണം നമ്മൾ പോയത് അത്യാവശ്യം മഴയുള്ള ഒരു സമയത്ത് നമ്മൾ പോയത്. മഴ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ നമ്മളവിടെ പോകുമ്പോൾ നല്ല ഫോഗും, ആ വഴിയിലൊക്കെ നല്ല ഫോഗും, പിന്നെ ആ സ്ഥലം തന്നെയാണെങ്കിലും അതായിരുന്നു നല്ല വ്യൂ ആയിരുന്നു. നല്ല എനിക്ക് അവിടെ അന്ന് നമ്മൾ പോകുമ്പോൾ അത് എനിക്ക് ആ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലേസിൽ, അതായത് അരുവിക്കുഴി വാട്ടർഫാൾസ് എന്നാണ് ചെല്ലാർകോവിൽ വ്യൂ പോയിന്റ്, അങ്ങനെയുള്ള പ്ലേസിൽ പോയിട്ടില്ലാത്തവരാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേസ്. ഇങ്ങോട്ടൊക്കെ വരുന്നവർ, അതായത് കുമളിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണത്. ശരിക്കും കുമളി എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾ മൂന്നാർ ഒരുപാട് ഇങ്ങനെ ആളുകൾ പോകുന്നതാണ്. മൂന്നാർ ഒരുപാട് പേര് പോകാറുണ്ട്, പക്ഷെ അത്രത്തോളം ആളുകൾ കുമളിയിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കുമളി ഒരു നല്ലൊരു ട്രാവൽ ഹബ്ബാ. അതായത് ഇപ്പോ കുമളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ തേക്കടി ഉണ്ട്, പക്ഷെ നമ്മളുടെ അവിടെ നിന്നൊക്കെ ആളുകൾ കൂടുതൽ മൂന്നാറാണ് പ്രിഫർ ചെയ്യുന്നത്. ആളുകൾ തേക്കടിയും കുമളിയും കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കൂടുതൽ പാക്കേജിൽ അവർ മൂന്നാർ, തേക്കടി, അങ്ങനെ അവർ ആലപ്പുഴ അങ്ങനെയൊക്കെ ഒരു പാക്കേജിൽ അവർ പോകാറുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുമളി എനിക്ക് നല്ലൊരു ഹബ്ബായിട്ട് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ, കുമളിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തേക്കടിയിൽ നിന്ന് പോകാം. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ അതിന്റെ ചുറ്റുവട്ടത്ത് ഇപ്പം താഴേക്കുന്ന ഇവിടെ അല്ലേ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് പരുന്തുംപാറ, നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു, നമുക്ക് പരുന്തുംപാറയൊക്കെ പോകായിരുന്നു. പരുന്തുംപാറയുണ്ട്. നമ്മളൊന്ന് ചെല്ലാർകോവിൽ ഇവിടെ വ്യൂ പോയിന്റ് പോയിട്ട് തന്നെ പോയിട്ടുള്ളൊരു സ്ഥലം, മറ്റേ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉള്ളതാണോ? അതല്ല, അവിടെ പോയിട്ടുണ്ട്. അതേതായിരുന്നു? അത് അഞ്ചുരുളിക്കൊക്കെ അടുത്ത്. അഞ്ചുരുളിയുടെ ഞാനിപ്പോ പറഞ്ഞത്. അതുണ്ട്, അത് അഞ്ചുരുളി ടണലൊക്കെ വരുന്നത്. നമ്മുടെ മറ്റേ ഒരു മൂവിയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇയോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞ മൂവിയില്ലേ, ഈ അഞ്ചുരുളി ടണലിലാണത്. അതിന്റെ ക്ലൈമാക്സ് സീനില് ഫാസില് മറ്റേ ജയസൂര്യനെ കൊല്ലുന്നതായിട്ടൊരു സീനുണ്ട്. അതൊക്കെ അവിടെയാ ഷൂട്ട് ചെയ്തേക്കണം, ഈ അഞ്ചുരുളി ടണലിലത്. അതൊരു നല്ല സ്ഥലം അഞ്ചുരുളി.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ കാണുന്നേ. അതായത് പരുന്തുംപാറ, പിന്നെ കുട്ടിക്കാനം, പിന്നെ വാഗമൺ, പിന്നെ ആ വാഗമൺ ആ വഴിയുള്ള ഏലപ്പാറ വഴിക്കുള്ള ആ ഡ്രൈവൊക്കെ ഉണ്ടല്ലോ, വാഗമണിൽ നിന്ന് ഏലപ്പാറയ്ക്ക് ചാടുന്ന ആ ഡ്രൈവൊക്കെ നല്ല രസമാണ്. കംപ്ലീറ്റ് മറ്റേ ടീ പ്ലാന്റേഷനൊക്കെ വരുമ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നതൊക്കെ നല്ല രസമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഇവിടുന്ന് എന്താ കുട്ടിക്കാനത്ത് നമ്മൾ അതുപോലെ ഏലപ്പാറ വഴിക്ക് നമ്മൾ അങ്ങനെ കട്ടപ്പന പോകുന്ന വഴിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത്രയധികം നമ്മുടെ ആളുകൾ മൂന്നാറിന്റെ അത്ര ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയില്ല ആളുകൾ, ഞാൻ പറഞ്ഞത് നമ്മളുടേതായ പരിചയത്തിലുള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്. കുമളി അങ്ങനെ ആളുകൾ പ്രിഫർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ ഈ തമിഴ്നാട്ടിലേക്ക് പോലോ, കുമളിയിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ കമ്പം, ഈ ഗ്രേപ്പ് ഫാമിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ മറ്റേ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറങ്ങി പോകാനായിട്ട്. പിന്നെ ഈ നമ്മളീ പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ചെല്ലാർകോവിൽ വ്യൂ പോയിന്റ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തമിഴ്നാടിന്റെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഹൈറ്റിൽ നിന്നിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നത്. നമ്മളവിടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുള്ള എല്ലായിടും. നമ്മൾക്ക് ശരിക്കും കുമളി കൂടുതൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് കൂടുതൽ നമുക്ക് കുറെ അടുത്തടുത്തുള്ള ഒരാടെ നമ്മളുടെ ഫുൾ വെക്കേഷൻ നമ്മൾ ഇങ്ങോട്ടാണ് വന്നോണ്ടിരുന്നത്, കുമളിക്കാണ് വന്നോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അത്ര ടൈം കിട്ടുന്നില്ല. കാരണം കുട്ടികൾക്ക് മദ്രസയുണ്ട്, സ്കൂളുണ്ട്, സാറ്റർഡേ സൺഡേ മദ്രസയുണ്ട്, പിന്നെ ബാക്കി ഡേയ്സിൽ നമുക്ക് സ്കൂളുണ്ട്. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാറുണ്ട്. ഒരു 1-2 ദിവസം നമുക്ക് അവധി കിട്ടിയ ഓഫീസിലൊക്കെ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങ് വരായിരുന്നു. നമ്മളൊരു 3-4 ദിവസമൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ ഫുൾ കവർ ചെയ്ത് നമ്മളിവിടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മളിവിടെ റിലാക്സ് ചെയ്ത് നിന്നിട്ട് ആ സമയം പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ചുറ്റുവട്ടമൊക്കെ കറങ്ങി അങ്ങനെയൊക്കെ നമുക്ക് പോകായിരുന്നു. ശരിക്കും കുറേ ആയി അല്ലേ, കുറേ ആയല്ലോടാ വ്യൂ പോയിന്റിലൊക്കെ പോയത്. ഓർമ്മയുണ്ട്. മറ്റേ ഇവിടെ ഫാമിലി എന്താണ് ഗ്രേപ്പ് ഫാമിലൊക്കെ, ഗ്രേപ്സിന്റെ ഗ്രേപ്സ് കാണാനൊക്കെ പോയിട്ട്. ഇല്ല, ഗ്രേപ്സ് കാണാൻ പോയപ്പോ നീ നല്ല ചെറുതാന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഒരു ഇതിലൊക്കെ ഇവൻ എത്ര ഓർമ്മ ഉണ്ടാവാൻ സാധ്യത കുറവാ. കാരണം ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തെടുത്താലേ ഉള്ളൂ, അല്ലാതെ അവന് ഓർമ്മ കാണാൻ ചാൻസ് കുറവാ. കിടന്നോ ഉറങ്ങിയവൻ. യാത്രകൾ ഈ പറഞ്ഞ പോലെയാണ്, മനുഷ്യന്മാര് തമ്മിൽ ശരിക്കും നമ്മൾ യാത്രകൾ ആളുകളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കും, നമ്മള് റിലാക്സ്ഡ് ആക്കും. അതായത് നമുക്ക് ബസ്സിന് കയറി പോകാം, അവിടെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിസ്സാര ചിലവല്ലേ ഉള്ളൂ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഊട്ടിക്ക് ഞങ്ങൾ ബസ്സിന് പോയിട്ടുണ്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. അതായത് നമ്മൾ എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർക്ക് പോയി ബസ്സിൽ, കോയമ്പത്തൂർ എന്നിട്ട് ഞങ്ങൾ മേട്ടുപ്പാളയത്ത് പോയി. മേട്ടുപ്പാളയത്ത് നിന്ന് മറ്റേ ട്രെയിൻ ഉണ്ടല്ലോ ഊട്ടിക്ക് പോകുന്നത്, മറ്റേ ട്രെയിൻ, ചെറിയ ട്രെയിൻ, ആ ട്രെയിനിൽ കയറി ഊട്ടിക്ക് പോയി. അത് വളരെ ചെറിയ തുച്ഛമായ പൈസ കൊണ്ട് നമ്മൾ പോയിട്ട് വന്ന യാത്ര. അതൊക്കെ അങ്ങനെ നമ്മൾ ആ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ മടിച്ചിരിക്കരുത്, യാത്ര പോകണം ആളുകൾ. യാത്ര പോയി നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട്. അവർക്ക് മാറ്റിയേക്ക് ഓരോന്നാണോ കൈകൾ കൊണ്ട് വെള്ളമല്ലടാ മോനെ, അപ്പോൾ കുറച്ച് വെള്ളം തന്നെ കുറച്ച് കഴിയുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടില്ല നീ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളിപ്പോ ഹൈ റേഞ്ച് ആ ഒരു കാറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മുണ്ടക്കയം കഴിഞ്ഞു,
അല്ലല്ല, അവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞിട്ട് ഒരു ഇതില്ലേ, എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയ്ക്ക് എന്തോ സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, മരങ്ങൾ എന്തൊക്കെയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റൽ കുറെ നാളായിട്ട് അവിടെ ഉള്ളതാ. അവിടെ ഒരു ബോർഡ് കണ്ടിട്ടില്ല നീ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്റെ പക്ഷെ വ്യൂ നേരത്തെ ഉണ്ടായിരുന്നില്ല. വണ്ടി പോകുമ്പോൾ നമുക്ക് അത്ര ഇങ്ങനെ വ്യൂ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ചിലപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ വേറെന്താ പ്ലാൻ പറയാം? ഞാൻ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം, നമുക്ക് കുമളിക്ക് പോകണ്ട. നമ്മൾ കുട്ടിക്കാനത്തിൻ്റെ ഏകദേശം അടുത്ത് നമ്മളൊരു ബന്ധു വീട്ടിൽ നമ്മൾ നിൽക്കുകയാണ്. നാളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പതിയെ കുട്ടിക്കാനം ഒന്നും കാണുന്ന ഇറങ്ങണ്ട, അവിടെ ഒന്നും ഡ്രൈവ് ചെയ്ത് പോയാൽ ഇറങ്ങി കണ്ടിട്ട് പോകാനുള്ള ടൈമില്ല കേട്ടോ. ഫംഗ്ഷൻ ആ ഒരു കാര്യം മാത്രം ഉദ്ദേശിച്ചിട്ട് പോകുന്നതാണ്. എന്താണ് സ്കൂളിലും എന്താണ് എക്സാം ആണല്ലോ. ശരിക്കും ടൈറ്റ് ഷെഡ്യൂളിലാണ്. ഇതിപ്പം നമ്മൾ സൺഡേ ആണ് പോകുന്നത്. മൺഡേ ഇപ്പം അവധിയാണ്, കൃഷ്ണ ജയന്തിയുടെ അവധി ഉള്ളത് കൊണ്ട് മൺഡേ നമുക്ക് അവധിയാണ്, കുട്ടികൾക്ക് അവധിയാണല്ലോ. മൺഡേ ആണ് ശരിക്കും ഫംഗ്ഷനും, മൺഡേ ആണ് ഫംഗ്ഷൻ. അപ്പം നമുക്ക് അങ്ങനെ സമയവും ഇല്ല. ട്യൂസ്ഡേ എക്സാം ഉണ്ട്. എന്ത് എക്സാം ആണ് ട്യൂസ്ഡേ? കെമിസ്ട്രി. പഠിച്ചോ? 6ാം ക്ലാസ്സിൽ മഴ കൂടിയുണ്ടല്ലോ ചെറുതായിട്ട്. ഐസ്ക്രീം കടയൊക്കെ ഉണ്ടല്ലോ. ഈ തണുപ്പ് ഐസ്ക്രീം കഴിക്കാൻ ഇവിടെ തണുപ്പൊന്നും ആയിട്ടില്ല. ഇവിടെ പെരുവന്താനം ആവാറാണ്. മുത്തശ്ശിമാവല്ലേ ഇത്? മുത്തശ്ശിമാവ്. ഇവിടെ പള്ളി അത് നടക്ക്, ഫ്രണ്ടിൽ നടക്ക്, ഫ്രണ്ടിൽ നടന്നേ. ഇവിടെ നോക്കിക്കേ. കാപ്പിക്കുരു കുരുമുളക് ഇതായിട്ട് വരുന്നുള്ളൂ, ചെറുതായിട്ടല്ലേ നിങ്ങൾ കായൊക്കെ ചെറുതായിട്ട് നിങ്ങൾ. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുട്ടിക്കാനം എന്ന് പറയുന്ന പ്ലേസ് മിക്കവർക്കും തന്നെ അറിയുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. ഇനി നെക്സ്റ്റ് മുറിഞ്ഞപുഴ. ഈ മുറിഞ്ഞപുഴ കഴിഞ്ഞ് ഇത്തിരി അങ്ങ് മുന്നോട്ട് വരുമ്പോഴല്ലേ ഇവിടുന്ന് റൈറ്റിലേക്ക് മറ്റേ ഇവിടെ ഒരു പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാഞ്ചാലിമേട് ഒരു ചെറിയൊരു പാഞ്ചാലിമേട് ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ. 4.5 കിലോമീറ്റർ ഇവിടുന്ന് പാഞ്ചാലിമേട്. ഈ റൈറ്റിലേക്കുള്ള റോഡ് പോകണം. ഇവിടുന്ന് റൈറ്റിലേക്ക് റോഡുണ്ട്. ഈ റോഡ് കയറി പോകണം പാഞ്ചാലിമേട്. ഐതിഹ്യം ഉണ്ട് അതിനകത്ത്. എന്ത് പാഞ്ചാലി ഇത് സ്നോഫോൾ വരുന്നതല്ലടാ, ഇത് അങ്ങനത്തെ ഇതല്ല. ഇത്
ഇത് നമ്മള് ഏതാണ്ട് കുട്ടിക്കാനം ആവാറായി. കുട്ടിക്കാനം, ഈ കുട്ടിക്കാനം ഭാഗത്തേക്ക് വരുമ്പോ എപ്പോഴും അതെ കേട്ടോ. ഈ ഇത് കണ്ടോ, പെട്ടെന്ന് നമ്മളാ അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ നോക്കി ഭയങ്കര വ്യത്യാസമായില്ലേ. കുട്ടിക്കാനം ഭാഗത്ത് എന്നും അതെ ഇതുപോലെ മഞ്ഞുണ്ടാവും. നല്ല രസമാണ് കുട്ടിക്കാനം. അവിടെയൊക്കെ നോക്കിടാ മോനെ. ഇച്ചു ആ ഫ്രണ്ടിലേക്ക് നോക്കിയതാ, ഇത് കണ്ടോ ഫോഗ് ഇറങ്ങി കിടക്കുന്നുണ്ടോ, കോടമഞ്ഞ്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയ മോനെ. രഹാനും വിസാനും രണ്ടുപേരും നോക്കും. വെള്ളം ഇല്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ നിന്ന് സാധാരണ മഴയുടെ സമയത്തുള്ളൊരു വെള്ളം ഒന്നുമില്ല. ഈ റോഡിലേക്കൊക്കെ ഇങ്ങനെ തെറിക്കും. മുളഞ്ഞെങ്ങാനം വാട്ടർഫോൾ. വിസിബിലിറ്റി ഒക്കെ കുറയും. കണ്ടോ മോനെ, ഇത് നോക്കി ഫുൾ ഒന്നുമില്ല, സീറോ കാണാൻ പറ്റുന്നില്ല. അടിപൊളിയിടാ. പക്ഷെ കുട്ടിക്കാനം ഈ ഭാഗത്ത് മഞ്ഞില്ല കേട്ടോ ഇപ്പൊ, അല്ലേ? ഇവിടെ ഇപ്പൊ താഴെ കിട്ടി നോക്കോ മഞ്ഞ്. മരിയൻ കോളേജ് കുട്ടിക്കാനം ഇല്ല, അത് കഴിഞ്ഞ് നമുക്ക് താഴെ കിട്ടിയപ്പോ. സാധാരണ കുട്ടിക്കാനത്താണ് നമ്മളാ കണ്ട മഞ്ഞ്. ഇത് കണ്ടോ ടീ പ്ലാന്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ ഏലപ്പാറ പോകുന്ന റൂട്ടാ. ഇതിൽ നമുക്ക് വാഗമണ്ണൊക്കെ പോകും. നല്ല റോഡായി ഇത്. നമ്മൾ അന്ന് ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൽ വരുമ്പോൾ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീതിയെല്ലാം കൂട്ടാനൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കാനായിരുന്നു. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി പണി കഴിഞ്ഞു. കുമളി യാത്രയുടെ ഡേ 2 അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം 10-20 മിനിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് പോകാം. ഇവിടെ റൈറ്റ് എടുത്ത് പോകണം കുമളിക്ക്. മറ്റേ ഇതല്ലേ ഗ്ലെൻമാർക്ക് എസ്റ്റേറ്റ് വഴി അല്ലേ? നമ്മുടെ വീട്ടിലുള്ളതല്ലേ? അയ്യോ ഭയങ്കര ആലോചിക്കണം. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എനിക്കറിയാം. നോക്കിയിട്ട് വ്യൂ കണ്ടോ മോനെ? നിർത്തണം അവിടെ കോട്ടെ പതിയ നോക്കിപ്പോയ ഏലപ്പാറ കണ്ടോടാ. ഏലപ്പാറ. ഇവിടുന്ന് നമ്മൾ നേരെ പോകും. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോയാൽ വാഗമൺ. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ യൂട്ടേൺ അത് യൂട്ടേൺ എടുക്കുന്ന പോലെ ഈ താഴേക്ക് പോകുന്ന റോഡ്. ഇതാണ് വാഗമൺ റൂട്ട്. നമുക്ക് നേരെ പോകും റൈറ്റ്. ഈ റോഡ് വാഗമൺ. ആ റോഡ് നല്ല ഡ്രൈവാണ്. ഈ ഏലപ്പാറ വാഗമൺ റൂട്ട്. കൈതപ്പതാൽ കാണിക്കമണ്ഡപ ഭജനസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇതാണ് ചപ്പാത്ത്. ചപ്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമില്ലേ, മുല്ലപ്പെരിയാർ ഡാം ഇതിന്റെ മേളിലൊക്കെ വരുന്നത്. മുല്ലപ്പെരിയാർ ഡാമൊക്കെ പൊട്ടിയാണ്ടല്ലോ ഏറ്റവും ആദ്യം പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ചപ്പാത്ത്. ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിർത്തി പോയെന്ന് തോന്നുന്നു അല്ലേ? മുല്ലപ്പെരിയാർ ഡാം മറ്റേ ചപ്പാത്തില് നമ്മൾ കഴിഞ്ഞില്ല. ചപ്പാത്തിലാണ് മറ്റേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചപ്പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമരങ്ങളൊക്കെ നടന്നതാണ്. അവിടെ ഒരു സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ആളുകൾ എനിക്ക് തോന്നുന്നു കുറെ വർഷം ഒരു വർഷം അതിൻ്റെയൊക്കെ മേലുണ്ടാവും എനിക്ക് തോന്നുന്നു. അവിടെ സ്ഥിരം കുറെ സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണുന്നില്ല, അതൊക്കെ നിന്ന് പോയി തോന്നുന്നു. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത്. അവിടെ നിന്നാണ് പെരിയാർ വരുന്നത്. പെരിയാർ
നൗകയോ? നൗകത്തോണി. ആണോ? സ്കൂളിൽ പിന്നെ ഇതൊക്കെ പഠിക്കാനല്ലേ പോണല്ലേ? ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ ഭയങ്കര മലയാളമാണല്ലോ. നൗക എവിടെ? നൗക തോണി. റോഡൊക്കെ അവിടെ വരാ പണി കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കേറുന്നൊക്കെ സൂക്ഷിച്ചാണ്. അങ്ങോട്ടാണോ കാടാണോ? പ്രധാനമന്ത്രി ഗ്രാമീണ വികസന അല്ല ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അങ്ങോട്ട് തിരിഞ്ഞാലും റീറൂട്ട് കാണിക്കാനായിട്ട് റേഞ്ചില്ല. ഇത് മറ്റേ ഇതാണ് കൃഷിസ്ഥലങ്ങളാ. ഒരു കാപ്പിത്തോട്ടം, കാപ്പി, കുരുമുളക്. ആലോചിക്കട്ടെ. കുറച്ചെണ്ണം ഉണ്ടല്ലോ ഇപ്പൊ ഏതാ പറയാ? രണ്ടെണ്ണം പറയണോ? പാമ്പ് പോണു. കൈവന്മാരെ കാണിച്ചു കൊടുക്കും പാമ്പിനെ. പാമ്പിന്റെ വാല് കണ്ടില്ലേ? എന്തോ ഒരു സാധനം കിടക്കുന്ന പോലെ എനിക്ക് പാമ്പിനെ കണ്ടു, പക്ഷെ പാമ്പ് നിന്നില്ല കാണാൻ വേണ്ടിട്ട്. പിന്നെ പാമ്പോടെ സെൽഫി എടുക്കാൻ നിൽക്കുന്നത് അതുങ്ങളെ കണ്ടിട്ടേ പോളൂ പറഞ്ഞില്ല. ക്വസ്റ്റ്യൻ ചോദിക്കും മോനെ. ഫേവറേറ്റ് ടോയ് ഞാൻ പറയാമോ? കഴിഞ്ഞോ? നിങ്ങളെല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? ഒന്ന് നമ്മളുടെ കൂടെ യാത്രയിലുണ്ട്. ഞാൻ അതല്ല പറഞ്ഞേ, കുഞ്ഞു കുട്ടുവല്ല, കുഞ്ഞു, സോറി, കരടിക്കുട്ടൻ. പിന്നെ അടുത്തത് മറ്റേ ആ സ്കൂട്ടർ. അവളാ ഇതൊന്നും ഞാൻ പറഞ്ഞത് കിച്ചൺ സെറ്റും പിന്നെ മറ്റേ ഈ എന്താ ഫ്രൂട്ട്സും ഇല്ലേ. ഞാൻ പറഞ്ഞ അപ്പൊ പറഞ്ഞ രണ്ട് സെയിം പറഞ്ഞ ആനവിലാസത്തേക്കുള്ള റൂട്ട് ഇപ്പൊ ഇതിലെ നമ്മൾ കയറിയെന്നറിയോ? നമ്മള് ചപ്പാത്ത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് റൈറ്റിലേക്ക് കയറി. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, കാടല്ല. ഇതൊക്കെ കൃഷിസ്ഥലമാണ്. ഇത് കാപ്പി കൃഷി. ഇത് കാടല്ല ശരിക്കും. ഇത് കാപ്പി നിൽക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഫുള്ള് കാപ്പി കേട്ടോ. ആ അത് ഞാൻ പറയാം, എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അത് മാറിയുണ്ടോ? എനിക്കിപ്പോ ഓരോ സോങ് വരുമ്പോ അവന് മാറൂലോ. അത് ശരിയാ. അല്ല അവനിപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കാറുണ്ട് ആ പാട്ട് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പാട്ട് പാടുന്നുണ്ടോ? മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും. അയ്യോ ആണോമ്മ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാരും നല്ല നിരീക്ഷണം. എനിക്ക് നിന്നെ പറ്റി നല്ല മതിപ്പാ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും കറി വരുന്ന വണ്ടികൾക്ക് മുൻഗണന കൊടുക്കുക. ഡ്രൈവിംഗിലെ ബാലപാഠമാണ്, ചില പാലിക്കുന്നില്ല. ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അമ്മൻ വന്നാൽ കിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവ് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്. കാലം കൊടുത്തു വെച്ച സ്വർഗം പോലും അന്തർവേൾഡില്ലുമിനാറ്റി. അണ്ണം തനി നാടൻ കുലം എല്ലുമിനാറ്റി. നഗരം മൊത്തം പരന്നടിച്ച് ഇതാട്ടോ നമ്മൾ അവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു കുന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ ഏതാണ്ട് അടുത്തെത്തി. വല്ലാത്ത ജാതി കിട്ടിയില്ലേ എന്റെ ഫേവറേറ്റ് സോങ്. ഈ വല്ലാത്ത ജാതിയിലില്ലേ രണ്ടുപേര് പാടുന്നത്, ആര് പാടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. എന്റെ രണ്ടുപേര് പാടുന്നതിന് 3 പേര്, അതിലെനിക്ക് 2 പേര് പാടുന്നത് ഇഷ്ടമാണ്.
എൻജി ആണോ ബേബി ജീനാണോ ഡാപ്സി ആണോ ആരാന്ന് എന്റെ ചെവിയിൽ പറഞ്ഞു വരാ രണ്ടു ആൾക്കാര്. ഡാപ്സി ഉണ്ട് ഫോർ ഷുവർ. പിന്നെ നീരജ് മാധവ് ആയിരിക്കും. എല്ലാരും പറഞ്ഞ നീരജ് മാധവ് ഡാപ്സി. പ്രൈസസ് കൊടുക്കാം. എന്താ പ്രൈസസ്? ടാറ്റിയോ? മൂന്ന് പേര് മാത്രമുള്ള കൈമായതുകൊണ്ട് ഉമ്മാക്ക് തേട് കിട്ടി. അറിയാഞ്ഞിട്ടല്ല കുഞ്ഞാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ ചോദിക്കണേ. എനിക്ക് അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അടുത്ത ആഴ്ച ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവന്റെ ഇഷ്ടങ്ങളൊക്കെ വേറെ ആയിരിക്കും. നമ്മളിപ്പോ ഇതൊക്കെ ഓർത്തിരുന്നിട്ട് പറഞ്ഞ മോന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടാ കേട്ടോ. സങ്കടപ്പെടണ്ട കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഞാനെല്ലാം പറഞ്ഞത് അവിടെ വരെയുള്ള ഡെസ്റ്റിനേഷൻ ഉള്ള ആനവിലാസം. ഡെസ്റ്റിനേഷൻ എത്തിയ സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഭംഗിയുള്ള സ്ഥലത്ത് വന്നെന്ന് പറഞ്ഞു. സ്ഥലം നോക്കണം. നമുക്കൊരു വൈൻഡപ്പ് ചെയ്താലോ? പെട്ടെന്ന് ചപ്പാത്തി എന്നൊക്കെ പറയുന്നല്ലേ. ചപ്പാത്ത് സ്ഥലം വെള്ളമൊക്കെ ഉണ്ടല്ലോ. ആ ചെറിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ചെക്ക് ഡാം പോലെ കെട്ടി വെച്ചേക്കുന്നു. ചാടി ഇറങ്ങിക്കും പെട്ടെന്നൊന്ന് ഇതാക്കിട്ട്. ഞാനിവിടെ സാധിക്കാറുണ്ടാവും. ഞാൻ അപ്പുറത്തെ സ്ഥലത്തിലോട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നേ. രഹാനം നടന്നേടാ അങ്ങോട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ ഡൂപ്പർ. നമ്മുടെ എന്താ നമ്മള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നമ്മുടെ എന്താണ് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.
അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ഫംഗ്ഷന് വന്നിടത്തുനിന്ന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാം വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പം ഈ ഒരു റൂട്ട് പറയും എവിടെയാണെന്ന്. ഇത് അവിടെ ചെങ്കരന്ന് നമ്മൾ ഏലപ്പാറ പോകുന്നത്. ഏലപ്പാറയ്ക്ക് അല്ലല്ല, ചെങ്കര ഏലപ്പാറ അത് തന്നെ ചപ്പാത്ത്, ചെങ്കര ചപ്പാത്തിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലം. ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവിടെയൊക്കെ എന്താണ് മറ്റേ ടീ പ്ലാന്റേഷൻ ആണ് ഫുള്ളായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയായിട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി നിർത്തിയതാണ്. അതിന്റെ ഫുൾ വീഡിയോ പിന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്താണ് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ സ്ഥിരം ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം.